യേശുക്രിസ്തു രണ്ടാമത് ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്, മനുഷ്യനായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ നോക്കുമ്പോ ദൈവത്തെ കാണാൻ പറ്റാന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? നിങ്ങൾ കാണിക്കുന്നത് ആരെ കാണിക്കല, സമയമായിട്ടില്ല. ഓരോ പ്രാവശ്യം പറയും ഇപ്പൊ ഈ ഇപ്പൊ നമ്മള് 72 മണിക്കൂർ അങ്ങനെയൊക്കെ ഉപവാസവും പ്രാർത്ഥനയും ഫുൾ ടൈം പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇരുത്തും. എന്നിട്ട് സമയമാകുമ്പം പറയും നിങ്ങളില് പാപം ഉള്ളതുകൊണ്ടാണ്, ആയിട്ടില്ല, കുറച്ചും കൂടി ഒരുങ്ങാനുണ്ട്. ദൈവം ഇപ്പൊ പ്രത്യക്ഷപ്പെടുമ്പോ നമ്മളും ദൈവത്തെ പോലെ രൂപാന്തരീകരണം പ്രാപിച്ചിട്ട് ദൈവം നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെ ഒരാള് പിന്നെ ഈ തമിഴ്നാട്ടില് വാടി എന്ന് പറയുന്ന വാണിയമ്പാടി അങ്ങനെ ഏതോ ഒരു സ്ഥലത്താണ് ഇവരുള്ളേന്നാ പറയണേ. യേശുക്രിസ്തുവും അവന്റെ 12 പ്രവാചകന്മാരും അവിടെയുണ്ട്. അപ്പൊ തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് ജെറുസലേം എന്ന് അതിന് പേരിട്ടേക്കുന്നത്. അപ്പൊ ജെറുസലേമിൽ നിന്നാണ് ഈ സിയോനിലേക്ക് വചനങ്ങളൊക്കെ അയക്കുന്നത്. അപ്പൊ അത് രണ്ടും കൂടെ ഒന്നാകും. അപ്പൊ നമ്മളൊക്കെ മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് രൂപാന്തരീകരണം സംഭവിച്ച് അതൊക്കെ നമ്മൾ ഒറ്റയടിക്ക് ഇവര് പറയാലോ. ഇവര് പടിപടിയായിട്ട് നമ്മളെ ഓരോന്നോരോന്ന് പറഞ്ഞ് ഇവര് 7 ധ്യാനം കുടിക്കും. 7 ധ്യാനം കഴിയുമ്പത്തേനും നമുക്ക് അപ്പൊ ഇവര് ബൈബിള് നമ്മളെ കൊണ്ട് എഴുതിക്കും. അപ്പൊ ഇവർക്ക് വേണ്ടത് മാത്രം തപ്പിപ്പിടിച്ച് ഇവര് ലോകാവസാനത്തെ കുറിച്ചൊരു നാടകം പോലെ ഉണ്ടാക്കി അത് നമ്മളെ കൊണ്ട് എഴുതിക്കും. അപ്പൊ പിന്നെ വേറെ ആൾക്കാർ എന്ത് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കുകയില്ല. പിന്നെ ഈ മസ്കറ്റിൽ ജോലി ചെയ്യുന്ന റോഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനുണ്ട്, തൃശ്ശൂരുകാരനാ. അവന്റെ 3 മക്കളെയും കെട്ടിയോളെയും കൂടെ എയർപോർട്ടിൽ കൊണ്ടുപോയി ഭാര്യയുടെ അമ്മ വിട്ടതാ. എയർപോർട്ടിൽ വണ്ടി ഇറങ്ങി ഇവരെ കാണാഞ്ഞിട്ട് അയാള് ജോലിയും കളഞ്ഞ് 8-10 ലക്ഷം രൂപയും ചെലവാക്കി ഇതിലെ വന്ന് കരഞ്ഞ് നടന്ന് പോകാത്ത സ്ഥലങ്ങളില്ല. എന്നിട്ടിപ്പൊ റോഷൻ 3 മക്കളെയും കൊണ്ട് കേസ് കൊടുത്തിട്ട് മക്കളെ തിരിച്ചു കിട്ടി. മക്കളെയും കൊണ്ട് മസ്കറ്റിൽ പോയിട്ട് കഷ്ടപ്പെടുവാ മനുഷ്യൻ. മക്കളെ ഈ വിളിക്കുന്ന ആൾക്കാർക്ക് എവിടെ താമസം കൊടുക്കുന്നത്? ഇവര് കന്യാസ്ത്രീകളൊക്കെ മടത്തിന്ന് വന്ന് 1-2 അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും അവരുടെ കൂട്ടായ്മയുടെ കോർഡിനേറ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ആരുടെയും വീട്ടിലോ എവിടെയെങ്കിലും താമസിപ്പിക്കും ഇവരെ. അല്ല, ഈ മൂര്യാട് ഫ്ളാറ്റുകളും വീടുകളും ഒക്കെ കൊടുത്താ താമസിപ്പിക്കുന്നെന്ന് പറയുന്നത് അതെങ്ങനെ, അത് മേടിക്കുകയാണോ? ഇല്ല, ഇവര് തന്നെ പണിയും. എന്നിട്ട് അവിടെ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പ് പറയണ്ട. നമ്മളൊക്കെ പുറത്ത് വേറെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണല്ലോ. ഇവര് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് തട്ടിക്കൂട്ടി ഒരു തട്ടിക്കൂട്ടി ഒരു വീടുണ്ടാക്കും. എന്നിട്ട് അതിന് നമ്മളോട് വലിയ പൈസ മേടിക്കും. എന്നിട്ട് അതില് ഇപ്പൊ ഒഴിഞ്ഞു പോയ വീടുകളൊക്കെ ഉണ്ടാവും. തിരിച്ചിപ്പോ ഒരു 10,000-3000 ആൾക്കാർ അതിൽ നിന്ന് ഇപ്പൊ തിരിച്ചു പോയവരുണ്ട്. ഇപ്പൊ മൊത്തം എത്ര ആൾക്കാർ അതിനകത്തുണ്ട്? ഒരു 4000 ഒക്കെ കാണുമായിരിക്കും. ഇവരുടെ സ്വത്തല്ല ഇവരെഴുതി മേടിക്കുവോ? എന്തോ ചെയ്യുന്നത്? ഇല്ല, ഇവര് നമ്മൾക്കിപ്പോ നാട്ടിലാണല്ലോ നമ്മുടെ സ്വത്ത്. അപ്പൊ ഇവരൊരു ലോകം അവസാനിക്കും അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഓരോ അടയാളങ്ങളും പിന്നെ ഓരോന്നൊക്കെ കാണിച്ച് ബൈബിളിലെ വചനവും കൂടെ കൂട്ടി വെച്ച് നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കും. അപ്പൊ നമുക്ക് തോന്നും ഒരു ലോകം അവസാനിക്കാനായി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് കഴിയുമ്പോ നമ്മളെ നാട്ടിലെ സ്ഥലം വിൽക്കൂലോ, എന്നിട്ട് ഇങ്ങോട്ട് പോരാൻ പറയും. പിന്നെ ദൈവത്തിന്റെോട് ചേർന്ന് നിൽക്കണം, ഇതിന്റെ ചുറ്റും വീട് വെക്കണം എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ അവിടെയുള്ളതൊക്കെ വിറ്റിട്ട് ഉള്ള ജോലിയും കൂലിയും ഒക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും ലോകം അവസാനിക്കാൻ പോവുക. അപ്പൊ നമ്മളും നല്ല ഡ്രസ്സൊക്കെ മേടിക്കും, കുറെ വണ്ടി മേടിക്കും, കുറെ പേര് ബാക്കി പൈസ അടിച്ചു പൊളിച്ച് അവർക്കും കൊടുത്ത് കുറെ സുവിശേഷം പറയാനും സിയോന് അവര് മേടിച്ചെടുക്കും. മരണങ്ങളോ കൊലപാതകങ്ങളോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ നടക്കണ്. പക്ഷെ ആരെങ്കിലുമൊക്കെ സൂയിസൈഡ് ചെയ്താൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് അവിടെ കുഴിച്ചിടും. ഇപ്പോഴും പുറത്തേക്ക് പോലും മിണ്ടിയല്ല. അതേപോലെ ഒരു ദിവസം ഞങ്ങള് അവിടെ നോക്കി നിൽക്കുമ്പോ ഒരു ചേട്ടന്റെ കൈയും കാലും തല്ലി ഒടിച്ചിട്ട് ഇവര് ആശുപത്രി കൊണ്ടുപോയി. പിന്നെ അതിനെ പിടിച്ച് കെട്ടി. അന്നേരം നമ്മൾ നോക്കാൻ ചെന്നിട്ടുണ്ടെ നമ്മൾ ഓടിക്കും. അവിടെ ഗുണ്ടായിസ നടക്കുന്നത്. അവിടെ ഒരു അയാൾ എന്തോ ഇവർക്കെതിരെ നമ്മൾ എന്തെങ്കിലും മിണ്ടിയ നമ്മുടെ പേരിൽ കള്ളക്കേസ് കൊടുക്കും, ഇവരടിക്കും. ഇവര് നമ്മളെ പിന്നെ കൊല്ല ചെയ്യും. ഇപ്പൊ നിഷ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന സ്ത്രീയാണ്. പക്ഷെ അവളുടെ പേര് ഇവള് ഒരു സ്ഥലത്ത് 100 കേസ് കൊടുത്താലും ശരി ഇവള് പുറത്തു വരികയില്ല. ഇവളൊന്നും പോലീസ് സ്റ്റേഷനിൽ പോലും വരികയില്ല. ഇവളെ പിടിക്കാൻ ആർക്കും പറ്റിയല്ല. ഇവക്ക് പകരം കുറെ ട്രസ്റ്റുകാർ അങ്ങോട്ട് വരും. ഇതാരാ ഇതിന്റെ പിന്നിൽ ആരാന്ന് വെച്ചാൽ ഇവര് തന്നെ ഈ ജോസഫ് പൊന്നാരെ നിശ്ചയം കൂടെ തുടങ്ങിയതാണ് ഒരു ട്രസ്റ്റ് ആക്കിയിട്ട്. അപ്പൊ അതിൽ കുറെ ചാലക്കുടിക്കാരുണ്ടായിരുന്നു ആദ്യമേ. അപ്പൊ അവരൊക്കെ പിണങ്ങി പോയി. ഇയാള് മരിച്ചപ്പോ അയാളെ കൊന്നേന്നും പറഞ്ഞോണ്ട് ഇവക്ക് സ്ഥാനം കിട്ടാൻ വേണ്ടിട്ട് അവരൊക്കെ അവള് പുറത്താക്കി. എന്നിട്ട് പുതിയ ട്രസ്റ്റ് ഉണ്ടാക്കി. ഇപ്പൊ ഇവള് പ്രത്യക്ഷത്തില് ഇയാളും ഇവളും ഒന്നിനും വരികയില്ല. എല്ലാം ട്രസ്റ്റുകാരാണ് ചെയ്യുന്നത്. അതിന്റെ അകത്ത് നടക്കുന്ന അക്രമങ്ങൾക്ക് ഒരു കണക്കുമില്ല. മനസ്സിലായി. ഇവർക്ക് വലിയ ഗുണ്ടാസേനകളുണ്ടോ ആൾക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടി? അവരുടെ ഞങ്ങള് തിരിച്ചു പോന്നപ്പോ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിട്ട് വീട് ചുറ്റും വളഞ്ഞു. എന്നിട്ട് രാത്രിയിൽ SI വന്നു,
പോലീസ്. അപ്പൊ SP ഒക്കെ ഇവരുടെ പേരിൽ നേരിട്ട് കേസെടുത്തു. എന്നിട്ട് SP അവരുടെ പേരിൽ കുറെ വകുപ്പുകളൊക്കെ എഴുതി ചേർത്ത് കേസാക്കി. അപ്പൊ ഇവര് പാർട്ടിക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ കെട്ടിയവൻ ആ സമയത്ത് ആത്മഹത്യം ചെയ്തു. അപ്പൊ പിന്നെ എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല. അപ്പൊ ഇവര് എന്റെ വീടും സ്ഥലവും എടുക്കാം, ഞങ്ങളെ അവിടുന്ന് ഒഴിവാക്കാന്നും പറഞ്ഞുകൊണ്ട് ഇവര് ഞങ്ങളെ അവിടുന്ന് ഞങ്ങളെ ബലമായിട്ട് ഞങ്ങളുടെ സ്ഥലവും വീടൊക്കെ ഇവര് മേടിച്ചെടുത്തു. ഞങ്ങള് അവിടുന്ന് ഇറക്കി വിട്ടു. ഞങ്ങൾ പോന്നു. പാർട്ടിക്കാരൊക്കെ ഇവരുടെ കൂടെ. അപ്പൊ ഞങ്ങളോട് എല്ലാരും പറയും ഇവിടുന്ന് പോ, പിന്നെ നിങ്ങൾ എന്തിനു ഇവിടെ കിടക്കണേ. അല്ല, എന്നിട്ട് പണമൊക്കെ എന്ത് ചെയ്തു? ഇവര് മേടിച്ചെടുത്തോ? ഞങ്ങളൊരു 10-60 ലക്ഷം രൂപയും കൊണ്ട് ഇവിടെ വന്നതാ. 37 ലക്ഷം രൂപയ്ക്ക് ഇവര് ഞങ്ങളുടെ സ്ഥലം മേടിച്ചു. ഇവര് തന്നെയാ പണിത് തരുന്നതും സ്ഥലം മേടിച്ചു തരുന്നതും പണിത് തരുന്നതും ഒക്കെ. എന്നിട്ട് ബാക്കി പൈസ നമ്മുടേത് പോയി. നമ്മൾ ആരോടെ കിട്ടിയത് ഇത്രയെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോ വേറെ സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുക. അപ്പം പിള്ളേർക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് കുറച്ച് പൈസ പിള്ളേരുടെ പേരിൽ ബാങ്കിൽ ഇടണം. ഒരു ഷെയർ എനിക്കും കിട്ടി. അതുകൊണ്ട് ഞാനിപ്പോ വാടകയ്ക്ക് നടക്കുപോയി പിള്ളേരെയും കൊണ്ട്.